ഇന്നൊരു യാത്രയാണ്. എവിടെ നിന്നാണെന്നറിയോ? ബാംഗ്ലൂരിൽ നിന്ന് ഗോവയ്ക്ക്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഗോവയ്ക്ക് പോവാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഓവർ എക്സ്പെക്റ്റേഷൻസൊക്കെ എനിക്കുണ്ട്. ആദ്യം നമ്മൾ BMTC എടുക്കുന്നു, പിന്നെ BMRL എടുക്കുന്നു, പിന്നെ നമ്മൾ നേരെ മലയാളികളുടെ സ്വന്തം ലുലു മോളിലേക്ക് പോകുന്നു. ബാംഗ്ലൂർ ട്രാഫിക്കിനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ തന്നെ ലുലു മോളിൽ പോയിരുന്നു ഫുഡും കഴിച്ച് അവിടുത്തെ ചില്ലറ ഷോപ്പിങ്ങും കഴിഞ്ഞ് വളരെ അപൂർവമായി ബാംഗ്ലൂരിൽ മര്യാദ കോട്ട ഓടിക്കുന്ന ഒരു ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ യാത്രയാകുന്നു. എനിക്ക് ട്രെയിനും ഗോവയും ഒന്നും തീരെ പരിചയമില്ലാത്ത സംഭവമാണ്. ട്രെയിൻ തീരെ പരിചയമില്ലാത്ത സംഭവമാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് സ്മെല്ലൊന്നും സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഗോവയ്ക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അതൊന്നും എന്നെ ബോധറേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ താറാവ് നടക്കുന്ന പോലെ നടന്ന് വാസ്കോ ഡ ഗാമ എക്സ്പ്രസ്, അതായത് യശ്വന്ത്പൂർ ടു വാസ്കോ ഡ ഗാമ ഗോവ എക്സ്പ്രസ്സിൽ നമ്മൾ കയറുകയാണ്. ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ എക്സൈറ്റ്മെൻ്റൊക്കെ. എനിക്ക് കിട്ടിയത് ബാത്റൂമിന് തൊട്ടടുത്തുള്ള സീറ്റ്. അപ്പം തന്നെ എൻ്റെ സകല മൂടും പോയി. പിന്നെ ഗോവ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അടിപൊളി കാഴ്ചകൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ പകൽ സമയത്ത് ഇതുവരെ ട്രെയിനിൽ പോകാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടും നമ്മുടെ ലോക്കൽ ട്രെയിനുകളിൽ പോകുമ്പോൾ കായലും പച്ചപ്പും മാത്രം കാണുന്നതുകൊണ്ടും ഇവിടുത്തെ ട്രെയിനിലെ കാഴ്ച എനിക്ക് കുറച്ചധികം അടിപൊളിയായി തോന്നി. പുഴകളും പശുക്കളും മരങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും നമ്മളെ കടന്നു പോകുന്ന റെയിൽവേ ട്രാക്സും ട്രെയിനുകളും, എന്തു പറയാൻ, അവസാനം ഇരിക്കുന്ന പട്ടിക്കുട്ടികൾ വരെ എനിക്ക് റൊമാൻറ്റിസൈസ് ചെയ്യാനും ഇഷ്ടപ്പെടാനും തുടങ്ങി. അസഹനീയമായ ബാത്റൂമിൻ്റെ സ്മെൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം കാഴ്ചകൾ എനിക്ക് കുറച്ച് സമാധാനം അല്ലെങ്കിൽ സന്തോഷം തന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. ഒരു 2-3 മാസം മുന്നേ വാങ്ങിച്ചു വെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം നിമ്ന വിജയ് എഴുതിയതാണ്. അത്ര കുഞ്ഞൊരു ഓതർ എന്തുകൊണ്ടൊരു ബുക്ക് എഴുതി എന്നൊരു എക്സൈറ്റ്മെൻറ്റിന് പുറത്ത് വാങ്ങിയതാണ്. പിന്നെ ബെസ്റ്റ് സെല്ലറിലുണ്ടായിരുന്നു. കാണാനുള്ള ഭംഗിയും ഇൻസ്റ്റഗ്രാമബിലിറ്റിയും കാരണം വാങ്ങി ഒരു ഫോട്ടോ എടുത്ത് 2 പേജ് വായിച്ച് മടക്കി വെച്ച് ഞാൻ ഈ ട്രെയിൻ യാത്രയിൽ അത് പ്രിയപ്പെട്ട എന്നോട് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായില്ല. 3:30 ട്രെയിനിൽ കയറിയ ഞാൻ 12:30 ആ ബുക്ക് മൊത്തം ഫിനിഷ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴും അതിൻ്റെ വെട്ടത്തിൽ വരെ ഞാനിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഈ വായനക്കാരെ പിടിച്ചിരുത്താൻ മാത്രം ഒരു ഹുക്ക് ആ ബുക്കിൽ നിന്നെ കൊടുത്തിട്ടുണ്ട്. കഥയുടെ അവസാനം ഇവർ തമ്മിൽ പിരിഞ്ഞു പോകരുതേ എന്ന് ആഗ്രഹിക്കത്തക്ക വിധം ഓരോ വായനക്കാരെയും തോന്നിപ്പിക്കാൻ നിമ്മയ്ക്ക് ഈ ബുക്കിൽ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ മനസ്സിൽ മൊത്തം സിനിമയാവുന്ന പോലെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ആ ബുക്കായിരുന്നു. പക്ഷേ ഞാൻ ഗോവയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ എൻ്റെ റിയാലിറ്റി മൈൻഡ് തിരിച്ചു വന്നു. അങ്ങനെ രാവിലെ തന്നെ ഒരു ഓട്ടോക്കാരൻ്റെ സ്കാമിൽ